തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിവാദ പ്രസ്താവനയുമായി ബിജെപി അധ്യക്ഷൻ അമിത്ഷാ രംഗത്ത്. ഇത്തവണ ബിജെപി അധികാരത്തിൽ വന്നാൽ ഹിന്ദുമത വിശ്വാസികളും ബുദ്ധമത വിശ്വാസികളും ഒഴികെയുള്ള നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവൻ രാജ്യത്ത് നിന്ന് തുരത്തുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി. പൌരത്വ ബില്ലിനെ ചൊല്ലി വിവാദം നിലനിൽക്കെയാണ് അമിത്ഷായുടെ പ്രസ്താവന. ഡാർജിലിംഗിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു പാർട്ടി അധ്യക്ഷൻ. ബിജെപിയുടെ ഇത്തവണത്തെ പ്രകടന പത്രികയിൽ പൌരത്വ ബില്ല് നടപ്പാക്കുമെന്ന വാഗ്ദാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുക്കളും ബുദ്ധമത വിശ്വാസികളുമായ കുടിയേറ്റക്കാരെ കണ്ടെത്തി ഇന്ത്യൻ പൌരത്വം നൽകുമെന്നും മറ്റുള്ളവരെ പുറത്താക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. പൌരത്വാവകാശ ബില്ലിനെ കുറിച്ച് മമതാ ബാനർജി നുണപ്രചാരണം നടത്തുകയാണ് എന്നും അമിത്ഷാ ആരോപിച്ചു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൌരത്വ ബില്ലിന്റെ പേരിൽ ബിജെപിക്കെതിരെ വലിയ വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. പൌരത്വാവകാശ പട്ടിക കൃത്യമല്ലെന്നതും മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്നു എന്നുമാണ് ആരോപണം. എന്നാൽ ഇത് രാജ്യത്തേക്ക് നുഴഞ്ഞുകയറുന്നവരെ തുരത്താനുള്ള ശക്തമായ നടപടിയാണ് എന്നാണ് ബിജെപി അവകാശപ്പെടുന്നത്. അതേസമയം പൌരത്വ ബില്ലിനെതിരെ ആഞ്ഞടിച്ച് ബിജെപി MLA തന്നെ രംഗത്ത് വന്നത് പാർട്ടിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. പൌരത്വ ബില്ല് ബിജെപി സർക്കാർ നടപ്പിലാക്കുകയാണ് എങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നാണ് മേഘാലയയിലെ ബിജെപി MLA സർഷോർ ഷൂലെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്.